ഇറ്റലിയിൽ നിന്ന് തന്നെ ആവട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം. ഇപ്പോൾ ഈ വീഡിയോ 6 ജൂലൈയിൽ നടന്ന വീഡിയോ കേട്ടോ. ഇത് കുട്ടികളുടെ ദക്ഷിണ കൊടുക്കലായിരുന്നു. ഞാൻ ഇന്ന് പുലർച്ചെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്തെല്ലാവരും റെഡിയായി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ കിങ്ങിണി ചേച്ചിയുടെ കല്യാണം. കിങ്ങിണി ചേച്ചി ഞങ്ങളുടെ ഒരു കസിനാണ്. പക്ഷേ കസിനാണെങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു സ്വന്തം ചേച്ചി എന്നൊരു രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കിങ്ങിണി ചേച്ചി. കാരണം ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ബാക്കി കസിൻസിനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമെങ്കിലും കിങ്ങിണി ചേച്ചി ഞാൻ മിക്കവാറും നിങ്ങളൊക്കെ യൂട്യൂബിൽ ഭയങ്കര സ്നേഹമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ കിങ്ങിണി ചേച്ചി ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നതാണ് കിങ്ങിണി ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി. അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കിങ്ങിണി ചേച്ചിയുടെ കല്യാണം കൂടാൻ പറ്റണം. കാരണം കുട്ടികളുടെ കല്യാണത്തിന് എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അപ്പം കിങ്ങിണി ചേച്ചിയുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ എത്തണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പം നേരത്തെ കണ്ട ലക്ഷ്മി ശ്രീകുട്ടിയും ഇത് അമ്മു ചേച്ചി, പിന്നെ കുട്ടുവട്ടെ ഓൾറെഡി കണ്ടല്ലോ. അപ്പോട്ടെ പിന്നെ വന്നില്ല, ക്ഷീണം കാരണം. ഞാനും അപ്പോട്ടെ ഒരുമിച്ചല്ലോ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന്. അപ്പോൾ ഇതാണ് കുട്ടുവട്ട സു ചന്ദ്രലിച്ച. പിന്നെ എല്ലാവരുടെയും കാലുപിടുത്തം കാര്യങ്ങളൊക്കെ ആയി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആരും പറയുന്നില്ല. ഈ കാണുന്ന ആൾക്കാർ മൊത്തമാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളുടെ അല്ല, എൻ്റെ ഫാമിലി. ഫുൾ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു കേട്ടോ. കാരണം അന്ന് കിങ്ങിണി ചേച്ചിയുടെ കല്യാണം, പിന്നെ കുട്ടുവേട്ടയുടെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഗുരുവായൂർ പോവും കുട്ടുവേട്ടയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ റിസപ്ഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായി. ഇത് അച്ഛമ്മയും അച്ഛനെയും തൊഴുകുന്നു. അങ്ങനെ കാലുപിടുത്തം ഏകദേശം തീർന്നു. പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ കല്യാണത്തിലേക്ക് പോയി. അപ്പോൾ ഇത് സുനിമേമ്മ, വാസുമാമ, ടുട്ടു, കിങ്ങിണി ചേച്ചിയുടെ അച്ഛനും അമ്മയും അനിയനുമാണ്. ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതെങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അന്ന് കല്യാണത്തിന് എത്തിയതും. എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ആ കല്യാണത്തിന് എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാറിൽ വയ്ക്കാനുള്ള ബൊക്കെ ഇട്ട് മടങ്ങി.